ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും പുളിയിഞ്ചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഭാരത് മാതാ മന്ദിർ. അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര ഭാരത് മാതാ മന്ദിറിലേക്കാണ്. ഹരിദ്വാറിലുള്ള ഭാരത് മാതാ മന്ദിർ കാണാം. എന്താണ് ഈ ഭാരത് മാതാ മന്ദിർ? ആദ്യമായിട്ടാണ് പോകുന്നത്, ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഇതിപ്പോൾ 1983 നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും എന്താണ് ഈ അമ്പലത്തിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്താണ് ഈ അമ്പലത്തിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചരിത്രമായിട്ടുള്ള ബന്ധമൊന്നും അറിയില്ല. നമുക്കത് ഉള്ളിൽ കയറിയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഏതോ ഒരു സ്വാമിയാണ് ഇതിൻ്റെ ആളെന്നും ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഈ അമ്പലം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. കയറി വരുമ്പം തന്നെ ഭാരതമാതാവിൻ്റെ ഒരു വിഗ്രഹമുണ്ട്. അതിൻ്റെ സൈഡിൽ കുറേ ഫോട്ടോസ് ഉണ്ട്. എല്ലാവരും ഉണ്ട് അതിൽ. ഇന്ദിരാഗാന്ധി, വാജ്പേയി, മോദി, പിന്നെ ഒരു സ്വാമി, എല്ലാവരും ഉണ്ട്. എട്ട് നിലകളിലായിട്ടുള്ള ഈ അമ്പലത്തിൽ ആദ്യത്തെ നിലയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് 150 അടി ആണ് ഇതിൻ്റെ ഉയരം എന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ നിലയിൽ മൊത്തം സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. ഓരോ ആൾക്കാരുണ്ട് ഇവിടെ. വീര സവർക്കറും നമ്മുടെ ഗാന്ധിജിയും അംബേദ്കറും ലാലാ ലജ്പത് റായ്, അങ്ങനെ ഹെഗ്ഗേവാർ. അപ്പോൾ നമ്മൾ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റി ഇപ്പോൾ വീഡിയോസൊക്കെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. രാജാക്കന്മാർ മുതൽ ഒരുവിധം ഛത്രപതി ശിവജി അടക്കമുള്ള ആൾക്കാർ, റാണി ലക്ഷ്മിഭായി, അങ്ങനെ വേറെ കുറേ റാണിമാരുണ്ട്. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ലാത്ത പേരുകൾ അടക്കമുള്ള ആൾക്കാരെ ഇവിടെ ശരിക്കും നമുക്ക് കാണാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഒരു എഡ്യൂക്കേഷണൽ ഇതായിട്ട് വരാൻ പറ്റിയതാണ്. ഭഗത് സിംഗ് ഉണ്ട്, ചന്ദ്രശേഖർ ആസാദ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യ സമരം. ഫസ്റ്റ് ഇവർ ഫസ്റ്റ് ഫ്ലോറ് ഫുള്ള് ഡെഡിക്കേറ്റ് ചെയ്തേക്കണത് ഇവർക്കുള്ളതാണ്. നമ്മൾ നെക്സ്റ്റ് ഫ്ലോറിലേക്ക് കയറാണ്. സെക്കൻഡ് ഫ്ലോറിലേക്കുള്ള യാത്രയാണ്. ലിഫ്റ്റ് ഉപയോഗിക്കാം, പക്ഷെ നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത്. അപ്പം നമുക്കിനി അടുത്ത ഫ്ലോറിൽ എന്താണുള്ളത് നോക്കാം. അപ്പോൾ അടുത്ത ഫ്ലോർ മാതൃമന്ദിർ. അപ്പോൾ മാതൃമന്ദിർ എന്ന പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ കൂടുതലും സ്ത്രീകളായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ, അല്ലെങ്കിൽ സ്വാമിമാരോ, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ത്യാഗം സഹിച്ച ആൾക്കാരൊക്കെ ആയിരിക്കും. ഇതിൽ പലരുടെയും പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. കൂടുതലും നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമുക്ക് അറിയാത്ത ആൾക്കാരാണ് കൂടുതൽ. കാരണം നമ്മൾ അറിയപ്പെടാത്ത, പക്ഷെ എന്നാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. പല പേരുകളും നമുക്കിതിൽ അറിയില്ല. അങ്ങനെ മെയിനായിട്ട് ഇതിൽ സ്ത്രീകളാണ്. ചിലപ്പോൾ സ്വാമിമാരും കാണും ഇതിനകത്ത്, അറിയില്ല. പക്ഷെ എന്തായാലും ഓക്കെയാണ്. കാരണം ഇവരൊക്കെ നമുക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത് മാതൃമന്ദിർ. ഈ സെക്കൻഡ് ഫ്ലോർ ഫുള്ളായിട്ട് ഇവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മാതൃമന്ദിറാണ്. കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. കുട്ടികൾക്ക് പുതിയ പേരുകൾ കാണാനും പഠിക്കാനും. ഇപ്പോൾ നമ്മളെ നൈറ്റിംഗേൾ ആയാലും മദർ തെരേസ അടക്കം, ഒരുപാട് ആൾക്കാരുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ അടുത്ത നിലയിൽ കയറി. ഇത് സന്ത് മന്ദിർ, സന്ത് സന്യാസി. അപ്പോൾ ഇതിൽ മൊത്തം നമ്മുടെ സന്യാസിമാർ, ഋഷിവര്യന്മാർ. എനിക്കൊന്ന് പണ്ടത്തെ കാലത്ത് നമ്മുടെ എല്ലാ ഋഷിമാരും ഇതിലവർ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രാമകൃഷ്ണ പരമഹംസനടക്കം. പിന്നെ പഴയ കാലത്തോട്ടും പോകുന്നുണ്ട് അവർ. ഇപ്പോൾ വശിഷ്ഠ ഋഷി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട്. പിന്നെ ബുദ്ധനുണ്ട്, സ്വാമി വിവേകാനന്ദനുണ്ട്. ഒരു സന്ത് സന്യാസിമാർക്ക് മാത്രമായിട്ട് വാൽമീകിയുണ്ട്. അങ്ങനെ സന്ത് സന്യാസിമാർക്ക് മാത്രമായിട്ടുള്ള ഒരു
ഫ്ലോർ, ഒരു ഫുള്ളി ഫ്ലോർ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഗുരുനാനാക്ക് അടക്കം, ഗുരുനാനാക്ക് നമ്മുടെ ശ്രീ ശങ്കരാചാര്യരും, ഗുരുനാനാക്ക്, ബുദ്ധനുണ്ട്, വിവേകാനന്ദനുണ്ട്, പിന്നെ പഴയ വാൽമീകി മഹർഷി എല്ലാം അങ്ങനത്തെ ഒരുപാട് മഹർഷിമാരും ഋഷിവര്യന്മാരുമുള്ള ശങ്കരാചാര്യനുണ്ട് ഇവിടെ. അങ്ങനെ ഇപ്പോൾ ശങ്കരാചാര്യരുടെ ഒരു ആശ്രമത്തിലോട്ട് നമ്മൾ പോകുന്നുണ്ട്. നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ നാം കാണിച്ചു തരാം. ഇവിടെ ഹരിദ്വാറിൽ തന്നെ ശങ്കരാചാര്യർക്കായിട്ടൊരു പ്രത്യേക ആശ്രമമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ്റെ ഒരു ആശ്രമമുണ്ട്. നമ്മൾ ഒരു വീഡിയോയിൽ അങ്ങോട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്കതും ഇഷ്ടപ്പെടും. കയറുമ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു പ്രതിമയൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ആശ്രമമാണ്. അപ്പോൾ ഈ ഒരു നില ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വാമിമാർ, അപ്പോൾ കുട്ടികൾക്കൊക്കെ പേരുകളും പറഞ്ഞ് അവരുടെ ഫോട്ടോസ് അല്ലെങ്കിൽ അവരെ എന്താ പറയുക വിഗ്രഹങ്ങളും പ്രതിഷ്ഠയൊക്കെ കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം. നല്ല പീസ്ഫുൾ ആയിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ. കാരണം ആൾക്കാർ പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ. ആ ഒരു രീതിയിൽ തന്നെയാണ്. റെസ്ട്രിക്ഷൻ ഇവിടെ എന്ന് വെച്ചാൽ ചെരുപ്പിട്ട് കയറാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടന്ന് നമ്മൾ അടുത്ത ഫ്ലോറിലെത്തി. ഇവിടെയുള്ളത് ശക്തി മന്ദിർ. എന്താണ് ഈ ശക്തി മന്ദിർ, ഇതിൽ ആരാണെന്ന് നമുക്ക് നോക്കാമല്ലോ. പേര് വെച്ചിട്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ശക്തി മന്ദിറിൽ ആരാണുള്ളത്? ദൈവങ്ങളാണെന്ന് തോന്നുന്നു. അതെ, ഗംഗാദേവി, എന്താ പറയുക, ദൈവങ്ങളാണ് ഇവിടെ. സ്ത്രീ ദൈവങ്ങളാണ്, ശരിയാണ്. ഇവിടെ സ്ത്രീ ദൈവങ്ങളാണ് പിന്നെ കൂടുതലായിട്ടുള്ളത്. അതാണ് ശക്തി മന്ദിർ എന്ന് പറയുന്നത്. ചണ്ഡീദേവി, നമ്മൾ ചണ്ഡീദേവി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, മാനസാദേവി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് ദൈവങ്ങളുടെ ഇവിടെ ഈ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ആരാധിക്കുന്ന രൂപങ്ങളായിരിക്കാം. പല രൂപത്തിൽ ദൈവത്തിന് ആരാധിക്കണം. ഇപ്പോൾ നമ്മുടെ മാനസാദേവി, ചണ്ഡീദേവി, ഇപ്പം അംബാജി. അപ്പോൾ ദൈവത്തിൻ്റെ സ്ത്രീ ദൈവങ്ങളുടെ ഓരോ രൂപങ്ങൾ ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതും ശരി, സൂപ്പറാണ്. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല അലങ്കരിച്ച് നല്ല വൃത്തിയിൽ തന്നെ. നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾക്കിപ്പോൾ അറിയാത്ത പേരുകളിൽ ഇവർ ആരാധിക്കുന്ന ദൈവങ്ങളെയാണ് ഈ ഫ്ലോറ് മുഴുവനായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ലൊരു, നേരത്തെ പറഞ്ഞ പോലെ പീസ്ഫുള്ളായിട്ട് നമുക്കത് കണ്ട് അവിടുന്ന് പുറത്തിറങ്ങാം. ഇതിപ്പോൾ നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട് നമ്മൾ. നല്ല വ്യൂ ഉണ്ട്. പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗംഗാദേവിയെ കാണാൻ പറ്റും. നല്ല ഹൈറ്റ്, 8 നിലയിലാണ്, നല്ല ഹൈറ്റ്. ദൂരെ ഗംഗാദേവി ഒഴുകുന്നുണ്ട്. ഹരിദ്വാർ നഗരം നമുക്ക് കുറച്ചൊക്കെ കാണാം. ഫുള്ള് നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അങ്ങനെ നമ്മൾ അടുത്ത ഫ്ലോറിലെത്തി. ഇവിടെ വിഷ്ണു മന്ദിർ എന്നാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭഗവാൻ വിഷ്ണുവിൻ്റെ അമ്പലമാണിത്. നോക്കാം നമുക്ക്. ശ്രീനാഥ് ജി, രൺഛോർ റായ്. ഇത് ഇവിടത്തെ ഓരോ ആൾക്കാരാണെന്ന് തോന്നുന്നു. പിന്നെ ശരിക്കും ദത്താത്രേയം കേട്ടിട്ടുണ്ട്. ഇത് സീതാരാമൻ, ലക്ഷ്മി നാരായൺ, രാധാകൃഷ്ണൻ, ഭഗവാൻ ശ്രീ വിശ്വകർമ്മ के വ്യാൻകേഷ്. ഇത് ശ്രീ സ്വാമിനാരായൺ. നമ്മൾ മറ്റേ അക്ഷർധാമെല്ലാം ഉള്ളത് ഈ സ്വാമീൻ്റെ കെയർ ഓഫിലാണെന്ന് തോന്നുന്നു വരുന്നത്. അക്ഷർധാം, ശ്രീ സ്വാമിനാരായണ അക്ഷർധാം ടെമ്പിളെല്ലാം ഡൽഹിയിലുള്ളത്. ഇനി അടുത്തത് ശിവമന്ദിർ ഉണ്ട് മുകളിൽ. ശിവമന്ദിർ ऊपर है, चलो ऊपर चलते हैं.
സ്വാമികളും പിന്നെ ഫ്രണ്ട്സ് ഇത്ര സ്റ്റെപ്പ് കയറിയിട്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. ഫ്രണ്ട്സ് ബാക്കിൽ കുറേ കാണിച്ചത്. അപ്പോൾ ഫ്രണ്ട്സ് ബൈ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ല അല്ലേ? സബ്സ്ക്രൈബ് ചെയ്തില്ല ഞാൻ കഴിയുമോ?